ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നിപ്പോൾ ഡിസംബർ 20 ഞാൻ വന്നിട്ട് എല്ലാ ക്ലൈമറ്റും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എങ്കിലും ഇന്നലേക്ക് ഇവിടെ ഭയങ്കര മഴയായിരുന്നു. നല്ല മഴയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ താമസിക്കുന്നതിനോടൊക്കെ അത്യാവശ്യം നല്ല മഴകളായിരുന്നു. ഇന്ന് ഇപ്പോൾ ഒഫീഷ്യലി ഇവിടെ തണുപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് തണുപ്പത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ രാവിലെ ഓഫീസിൽ പോകുന്നതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യണമെന്നുണ്ട്. അയ്യോ, കാറ്റും കൂടി അടിച്ചിട്ട് വയ്യ, വിറയ്ക്കുന്നു ആ അവസ്ഥയുണ്ട്. പക്ഷെ എന്താ വെയിലും ഉണ്ട്. ഇതെന്ത് ഇങ്ങനെയെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. സോ ഞാനപ്പോൾ എന്തായാലും ഓഫീസിൽ പോവാം. ഇപ്പോൾ സമയം ഏകദേശം 9 മണിയായിട്ടുണ്ട്. എനിക്ക് 9:30 കയറണം. ഇവിടുന്ന് അടുത്താണ്. നല്ല രസമുണ്ട്. അപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഒന്ന് വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു. അതാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇറ്റ്സ് ഗുഡ്. എന്തായാലും നമുക്ക് പോവാം. ഔട്ട്ഫിറ്റ് നല്ല തണുത്ത കാറ്റിങ്ങനെ വീശിക്കൊണ്ടിരിക്കുക. എല്ലാവരും നല്ല സ്വെറ്റേഴ്സൊക്കെ. ഞാൻ ഓൾറെഡി ഒരു സ്വെറ്റർ ടൈപ്പ് ഡ്രസ്സാണ്. അത് ഞാൻ വേറെ സ്വെറ്ററൊന്നും എടുത്തില്ല. സത്യം പറഞ്ഞാൽ വേറെ സ്വെറ്ററൊന്നും വാങ്ങിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനിയിപ്പോൾ ഇതൊക്കെ വാങ്ങിക്കണം. ഇന്ന് സാറ്റർഡേ ആണ്, അപ്പോൾ നാളെ ഓഫാണ്. അപ്പോൾ നാളെ ഇനിയിപ്പോൾ അല്ലെങ്കിൽ ഇന്ന് രാത്രി ഇതിനൊക്കെ ഇറങ്ങണം. നല്ല തണുപ്പുണ്ട്, പക്ഷെ കൊള്ളാം. ഐ ജസ്റ്റ് ലവ് ഇറ്റ്. സത്യം പറഞ്ഞാൽ എനിക്ക് തണുപ്പ് ഇഷ്ടമല്ലാത്തൊരു കാലാവസ്ഥയാണ്. കാരണം എനിക്ക് മറ്റേ കാലൊക്കെ പൊളക്കും, ഭയങ്കര ശരീരവേദന, ഇങ്ങനെയൊക്കെയാണ്. നാട്ടിലൊക്കെ ചെറിയ മഴ വന്നിട്ട് തണുപ്പാണേ. പക്ഷേ ഇത് കൊള്ളാം. കൈയൊക്കെ മറ്റേ ഐസ് മാതിരി ആയിട്ടുണ്ട്. ബട്ട് കൊള്ളാം, എനിക്കിഷ്ടമായി. ഇനിയിപ്പോൾ ഇത് കൂടുമ്പോൾ എങ്ങനെ, എന്ത് ഫസ്റ്റ് ഡേ ആണ് ഇത്രയും തണുപ്പ് വന്നതിന് ശേഷം. ഇത്രയും തണുപ്പുള്ളൊരു ഫസ്റ്റ് ഡേ ആണ്. ഇനിയിപ്പോൾ കൂടുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇടയ്ക്കൊക്കെ മഞ്ഞുണ്ടാവാറുണ്ടെങ്കിലും തണുപ്പ് അധികം ഇല്ലായിരുന്നു. ഇന്നലെ ഇപ്പോൾ മഴയും കൂടി കഴിഞ്ഞപ്പോൾ ഇന്ന് തണുപ്പ് നല്ല സെറ്റായിട്ടുണ്ട്. ഞാൻ വെച്ച് ലീവൊക്കെ കിട്ടുമായിരിക്കുന്നു. 9 മണി വരെ മാമിൻ്റെ ഒരു കോളൊക്കെ പ്രതീക്ഷിച്ചു, പക്ഷെ കോളൊന്നും വന്നില്ല. അപ്പോൾ എന്തായാലും പോയിട്ട് വരാം. അപ്പോൾ ഓക്കെ, പോയിട്ട് വരാം. അതാണ് നമ്മുടെ മെട്രോ സ്റ്റേഷൻ. അവിടെ വരെ നടക്കണം. അപ്പോൾ നമുക്കിവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. എൻ്റെ റൂം ആ ഭാഗത്താണ്. എനിക്ക് ബുർജ് ഖലീഫയും എന്നിട്ട് ദുബായ് ഫ്രെയിമൊക്കെ കാണാം. പക്ഷെ ഇന്നിപ്പോൾ കുറച്ച് മഞ്ഞ് മൂടിയിരിക്കുക, എങ്കിലും ഒരു പൊട്ടുപോലെ കാണുന്നുണ്ട്. ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഒക്കെ എടുത്തിടണം എന്ന് വിചാരിക്കും. പക്ഷേ ഈ രാവിലെ പോയിട്ട് രാത്രി വരുന്നത് എന്ത് വീഡിയോ വെക്കാനാണ് ഡെയിലി എന്ന് ഞാൻ ഈ ആലോചിക്കുന്നത്. അപ്പോൾ പിന്നെ അങ്ങ് മടിയാ. ഞാൻ പിന്നെ കുറേ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് എഡിറ്റ് ചെയ്തിട്ടില്ല. അമ്മ കാറ്റടിച്ചിട്ട് ഞാനിപ്പോൾ തണുപ്പിച്ചാകും. നല്ല കാറ്റടിച്ചിട്ട് ഒരു രക്ഷയില്ല, മാതിരി കാറ്റടിക്കുന്നുണ്ട്. ഒരു മെട്രോ ഓൾറെഡി വന്നിട്ട് പോയി. പക്ഷേ ആ മെട്രോയിൽ നല്ല ആളായിരുന്നു. എന്തോ എനിക്ക് ആൾക്കാരുള്ള മെട്രോയിൽ കയറുമ്പോൾ എന്തോ വലിയ. അടുത്ത മെട്രോ 3 മിനിറ്റ് കൊണ്ട് വരും എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഞാൻ കുറച്ച് നേരത്തെ നിന്ന് അതിൻ്റെ അഹങ്കാര 9:30 കയറിയാൽ മതി. ഇപ്പോൾ 9 മണി കഴിഞ്ഞതേ ഉള്ളൂ. അതിൻ്റെ അഹങ്കാരം കൊണ്ട് ഒരു മെട്രോ ഞാൻ അന്തസ്സായിട്ട് പറഞ്ഞു വിട്ടു. ഫ്രണ്ടിൽ പോയി നിന്നിട്ട് പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞാൽ മതി. ഇനി അടുത്ത മെട്രോ വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ എനിക്ക് ഇറങ്ങേണ്ട മെട്രോ സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ടുണ്ട്. ഞാൻ 2 മൈനേനെ കണ്ട്. അത് മൈനയല്ലേ, ആണാണ്. അങ്ങനെ ഞാൻ 2 മൈനേനെ കണ്ടിട്ട് വീണ്ടും യാത്ര തുടങ്ങി. എൻ്റെ ഓഫീസിലേക്ക് എത്താറായി. ഇപ്പം സമയം ഏകദേശം 9:15 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ ഭയങ്കര നേരത്തെയാണ് ഇന്ന്. വൗ, ദാറ്റ്സ് സോ നൈസ്. തണുപ്പുണ്ട്, എന്നാൽ വെയിലുണ്ട്. നല്ല കിടിലനൊരു ക്ലൈമറ്റ്. എനിക്കിഷ്ടപ്പെട്ടു. തണുപ്പ് തുടങ്ങുമ്പോൾ ശരിക്കും ഇത്രയാണ് എനിക്കറിയത്തില്ല. ഇത് ജസ്റ്റ് ഒരു ആരംഭം മാത്രമാണെന്നാണ് തോന്നുന്നത്. പക്ഷേ നല്ല തണുപ്പുണ്ട്, പക്ഷെ നല്ല വെയിലുണ്ട്. ഇനി നമ്മൾ വേണം എന്ന് ആഗ്രഹിക്കുന്നൊരു ക്ലൈമറ്റില്ല. അതായത് നമ്മളിപ്പോൾ രാത്രിയിലൊക്കെ തണുപ്പത്ത് കിടക്കുകയാണെങ്കിൽ കുറച്ച് കാലിൻ്റെ ഒരു പാർട്ട് പുതപ്പിൻ്റെ വെളിയിലിട്ടാൽ മാത്രമേ നമുക്ക് ആ ഒരു സുഖം കിട്ടത്തുള്ളൂ. കാരണം മിക്സ് ചെയ്ത് വരണ്ട, അതേപോലൊക്കെ വന്നിട്ടുണ്ട്. കൊള്ളാം. പിന്നെ ഞാൻ മെട്രോയിൽ കയറിയപ്പം കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ വീഡിയോ എടുക്കുന്ന അലൗഡല്ല. അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുക്കാൻ. കാറ്റടിക്കുമ്പോൾ നല്ല സീനാണ്. അല്ലാതെ ഒരു കുഴപ്പമില്ല, നല്ല ഫ്ലോയിലങ്ങ് നടക്കാം. പക്ഷെ എങ്ങാണോ കാറ്റടിച്ചാൽ തീർന്ന്, പിന്നെ ഒന്നും പറയാനില്ല. സൂപ്പർ. അങ്ങനെ ഞാൻ എൻ്റെ ബിൽഡിങ്ങിൻ്റെ അവിടെ ഏകദേശം എത്തി. ഓക്കെ, എന്തെങ്കിലുമൊക്കെ വ്ളോഗ് എടുക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ എന്തെടുക്കണമെന്ന് അറിയില്ല. എന്തെങ്കിലുമൊക്കെ വ്ളോഗ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തെങ്കിലൊക്കെ പറ. അപ്പം ഞാൻ അതിൻ്റെ ബേസ് ചെയ്തിട്ട് എടുക്കാം. ഓക്കെ, കയറി നമുക്ക് 9th ഫ്ലോറാണ് പോകേണ്ടത്. വൗ, ലുക്ക് അറ്റ് മീ.
ഈ ക്യാമറയിൽ ചേട്ടൻ എന്തൊക്കെ കാണുന്നുണ്ടായിരിക്കും. ഞാൻ ഇന്നത്തെ ഒന്നിനാണ് ഒരുങ്ങുന്നത്, ഡ്രസ്സ് എന്തെങ്കിലും ശരിയാക്കണമെങ്കിൽ ശരിയാക്കുന്നത്. ഈ ചേട്ടനിപ്പോൾ ആലോചിക്കുന്നുണ്ടായിരിക്കും, ഒരു ദിവസം എന്നെ കണ്ടില്ല, ഈ കൊച്ചി ഇതുവരെ ഒന്നും വന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ കോസ്റ്റ്യൂം. തണുപ്പ് പ്രമാണിച്ചത് എടുത്തിട്ടത്, പക്ഷേ കൊള്ളാം. ഫ്ലോറെത്തി. സോ നമ്മളുടെ ഓഫീസിൻ്റെ ഭാഗത്തെത്തിയിട്ടുണ്ട്. ആരുടെയൊക്കെ വന്നിട്ടുണ്ടായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. ഓഫീസിലങ്ങനെ എല്ലാവർക്കും നാളാണ് വ്ളോഗിലൊക്കെ വരാൻ. നോക്കട്ടെ, ആരും വന്നില്ല. ഇവിടെ ആരും ഇല്ലടാ, ആരും ഇല്ലെന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും കൊണ്ട് ബാഗൊക്കെ വെക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മുടെ ഓഫീസിൻ്റെ ഇവിടെ നിന്നുള്ളൊരു കിടിലൻ വ്യൂ ആണ്. നമുക്ക് അങ്ങ് വരെ കാണാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഫ്ലൈറ്റ് എപ്പോൾ പോകുന്നുണ്ട്, എപ്പോൾ വരുന്നുണ്ട് എല്ലാം നമ്മൾ കറക്റ്റ് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. നല്ല വ്യൂ അല്ലേ? ബോറടിക്കുമ്പോൾ ഇവിടെ വന്നിരിക്കണം. അവിടെ പള്ളി, തൊട്ട് താഴെ തന്നെ പള്ളിയുണ്ട്. അപ്പോൾ ഈ വെള്ളിയാഴ്ചയൊക്കെ ആകുമ്പോൾ നല്ല രസം, നല്ല ആൾക്കാരെ കൊണ്ട് നിറയും അവിടെ. അങ്ങനെ ഞാൻ ഓഫീസിലെത്തി. ഇനി എൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ കോഫി ഇടുക, കോഫി കുടിക്കുക. 5 മിനിറ്റ് 10 മിനിറ്റ് ഇടയിട്ട് കോഫി കുടിച്ചുകൊണ്ടിരിക്കുക, വർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുക, ഫുഡ് കഴിക്കുക, ഇതൊക്കെ തന്നെ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് വ്ളോഗിൽ ഇൻക്ലൂഡ് ആക്കുന്നത്, നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. സോ എന്തെങ്കിലും വെറൈറ്റി സാധനം കിട്ടുവാണെങ്കിൽ ഞാൻ എടുക്കാം, നോക്കട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് കോഫിയൊക്കെ ഉണ്ടാക്കി കുടിക്കുകയൊക്കെ ചെയ്യട്ടെ, പിന്നെ കാണാം. ദിസ് ഈസ് മൈ കോഫി. വാവ്. ഹായ്. അങ്ങനെ ഇപ്പോൾ സമയം ഏകദേശം 2:45 കഴിഞ്ഞു. ഇവിടെ നാട്ടിൽ ഏകദേശം ഒരു 3-4 മണി ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ വർക്ക് ഇന്ന് കഴിഞ്ഞു. കാരണം ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ മാം നേരത്തെ പൊക്കോളാൻ പറഞ്ഞു. സോ അത് കാരണം കുറച്ച് സന്തോഷത്തോടു കൂടി ഞാൻ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയിപ്പം ഒരു 15 മിനിറ്റിനുള്ളിൽ റൂമിലെത്തും. ശനിയാഴ്ചയാണ്, സോറി ഞായറാഴ്ച എന്നാണ് തോന്നുന്നു പറഞ്ഞത്. ശനിയാഴ്ചയാണ്. അപ്പോൾ നാളെ ഓഫല്ല. അപ്പോൾ ഇന്ന് എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് നേരത്തെ ഇട്ടു. അപ്പോൾ ഇന്ന് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഞാൻ അതും കൂടി വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാം. നമ്മുടെ തണുപ്പ് മാറിയിട്ടില്ല. കാറ്റടിക്കുമ്പോൾ നല്ല തണുപ്പ് വരുന്നുണ്ട്. അതാണ് ഈ എക്സ്പ്രഷൻ മാറുന്നത്. കാറ്റടിക്കുമ്പോൾ നല്ല തണുത്ത കാറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റൂമിൽ ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. അങ്ങനെ ഓഫീസിൽ നിന്ന് ഇറങ്ങി മെട്രോ കയറി എൻ്റെ റൂമിൻ്റെ ഏകദേശം പരിസരത്തെത്തി. എനിക്ക് കാലാവസ്ഥ ഇഷ്ടപ്പെട്ടു. കാരണം നല്ല നട്ടുച്ച സമയം, നല്ല വെയിൽ, പക്ഷെ ചൂടില്ലാത്ത വെയിലും തണുത്ത കാറ്റും. എന്താ ഫീല്, നല്ല സുഖം. എന്നുവെച്ചാൽ എല്ലാവരും പറയത്തില്ലേ ഭയങ്കര എല്ലാവരും വേണം എന്ന് ആഗ്രഹിക്കുന്നൊരു ക്ലൈമറ്റ് എന്ന്, അങ്ങനൊരു സാധനം ഇഷ്ടപ്പെട്ടു. ഐ ലൈക്ക് ഇറ്റ്.